ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഇവിടെ ചോദിച്ച വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷത്തിലുണ്ടാക്കിയ ഭക്ഷണം അത് നമുക്ക് കഴിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അതിനുള്ള ഒരു ഉത്തരമായിക്കൊണ്ട് പറയാനുള്ളത് അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നുള്ളതാണ്. അത് കഴിക്കരുത് എന്നതാണ്. എന്തുകൊണ്ട് എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രസക്തമായ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഏത് അടിസ്ഥാനത്തിൽ, എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് പറയുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ സംഗതി, ഒരു നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന് പറയുന്നത് അത് രണ്ട് തലത്തിലുണ്ട്. ഒന്ന് ഒരു സമൂഹത്തിൻ്റെ ബാധ്യതയായി വരുന്നതുകൊണ്ട്, അതുപോലെ തന്നെ ഓരോ വ്യക്തികൾക്കുമുള്ള ബാധ്യതയാണ്. ഇവിടെ ഓരോ വ്യക്തികൾക്കുമുള്ള ബാധ്യതയായിക്കൊണ്ട് കടന്നു വരുന്ന ആ ഒരു സംഗതിക്ക് തെളിവായിക്കൊണ്ട് പണ്ഡിതന്മാർ ഉദ്ധരിക്കാറുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്, ഇമാം മുസ്ലിമിലുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ ആ തിന്മ കൈകൊണ്ട് തടുക്കണം. അതിന് കഴിയില്ല എങ്കിൽ നാവ് കൊണ്ട് തടുക്കണം. അതിനും കഴിയില്ല എങ്കിൽ അവന് ഹൃദയം കൊണ്ട് വെറുക്കണം എന്നുള്ളതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ട് ആഘോഷിക്കുന്നത് അത് നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയ ഒരു വിഷയമാണ്. അത് പാടില്ലാത്തതാണ്. നബിദിനാഘോഷം എന്ന് പറയുന്നത് അത് ബിദ്അത്താണ്. പൂർവ്വകാല പണ്ഡിതന്മാർ ആരും തന്നെ, സലഫുകൾ ആരും ചെയ്യാത്ത ഒരു സംഗതിയാണ്. അപ്പം അതൊരു തിന്മയാണ് എന്ന് നമുക്ക് മനസ്സിലായി. അത് നമ്മളുടെ വീട്ടിലും നമ്മൾക്ക് അധികാരമുള്ള സ്ഥലങ്ങളിലാണ് എങ്കിൽ നമ്മൾ കൈകൊണ്ട് തടുക്കണം. അതിന് കഴിയാത്ത സ്ഥലങ്ങളാണ് എങ്കിൽ നമ്മൾ നാവ് കൊണ്ട് അത് തടുക്കാൻ ശ്രമിക്കണം. അതിനും കഴിയില്ല എങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കണമെന്നാണ്. ഹൃദയം കൊണ്ട് വെറുത്ത ഒരു സംഗതിക്ക് പിന്നെ നമ്മൾ അതിൽ പോയിട്ട് നിന്ന് കൊടുക്കുക, അതിന് ഭാഗവാക്കാക്കുക, അതിൽ അവർ കൊണ്ടുവന്ന ഭക്ഷണം ഹൃദയം കൊണ്ട് വെറുത്തുകൊണ്ട് തിന്നുക എന്ന് പറയുന്നത് അത് പ്രായോഗികമല്ലാത്ത, അല്ലെങ്കിൽ ഇരട്ട മുഖമുള്ള ആളുകൾക്കാണ് അതിന് സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും തന്നെ അങ്ങനെ ഒരു രീതി വെറുത്തുകൊണ്ടുള്ള ഒരു സമീപനം കാണിക്കുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും അതിനോട് കൂട്ടി നിൽക്കാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ സൂചിപ്പിച്ചത് ഒരു തിന്മയുടെ കാര്യമാണ്. നബിദിനം അല്ലെങ്കിൽ ജന്മദിനാഘോഷം എന്ന് പറയുന്നത് ഒരു തിന്മയാണോ അല്ലേ എന്നുള്ളതാണ്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന സംഗതി മാറ്റി നിർത്തിക്കൊണ്ട് ഓരോ വ്യക്തികൾക്കും അവർക്ക് അവരുടെ ജന്മദിനം ആഘോഷിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളത് ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ആ വിഷയം നമുക്ക് കൃത്യമായി മനസ്സിലാകും. ഒരു പണ്ഡിതനോട്, അതായത് ശരിയായ ശർഈയായ നിയമങ്ങൾ പിന്തുടരുന്ന അഹ്ലുസുന്നത്തിൻ്റെ ഏതെങ്കിലും ഒരു പണ്ഡിതനോട് ചോദിക്കുകയാണ് ജന്മദിനാഘോഷം പാടുണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാൽ അവർ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമതായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് മൻ തശബ്ബഹ ബി ഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഒരു സമുദായത്തോട് യോജിച്ചാൽ, മൻ തശബ്ബഹ ബി ഖൗമിൻ, ആരെങ്കിലും ഒരു സമുദായത്തോട് യോജിച്ചു കഴിഞ്ഞാൽ അവൻ ഫഹുവ മിൻഹും, അവൻ അവരിൽപ്പെട്ടവനായി തീരുന്നതാണ് എന്ന് ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ ഇതാണ് തെളിവായി കൊണ്ട് പറയുക അത് പാടില്ല എന്നുള്ളതിന്. എങ്ങനെയാണ് ഈ ഒരു ജന്മദിനം ആഘോഷിക്കുക എന്ന് പറയുന്നത്? അത് ആരുടെ ബർത്ത്ഡേ ആകട്ടെ, ആ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് മറ്റു സമുദായങ്ങളോട് യോജിക്കുന്ന വിഷയം എങ്ങനെയാണ് ആവുക എന്നുള്ളത് അത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് എന്നർത്ഥം. അതായത് ആദ്യകാലത്തൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോ സ്വഹാബികളുടെ കാലത്തോ ആരും തന്നെ ആരുടെയും ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇല്ല, അവരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടേതില്ല, സ്വഹാബത്തിൻ്റെതില്ല, സ്വഹാബത്തിൻ്റെ മക്കളുടേതില്ല. ആദ്യകാല ഉത്തമ 3 നൂറ്റാണ്ടെന്ന് വിശേഷിപ്പിച്ച ആ 3 നൂറ്റാണ്ടിൽ ആരും തന്നെ ഇത് ആഘോഷിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമതായി. പിന്നെ ഈ ഒരു വിഷയത്തിൽ അവരൊക്കെ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീദോട് കൂടിയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ലാ തഖൂമു സഅഹതു ഹത്താ തഅഖുദ ഉമ്മത്തി ബി അഹദിൽ ഖുറൂനി ഖബ്ലഹാ ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ. എൻ്റെ സമുദായം അതിനു മുമ്പുള്ള തലമുറക്കാരുടെ ചര്യകൾ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി സ്വീകരിക്കുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്നാണ്. അപ്പോൾ ചോദിച്ചു,
പ്രവാചകരോട് അവര് പേർഷ്യക്കാരും റോമക്കാരുമാണോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെന്നെ, അവരല്ലാതെ വേറെ ആരാണ് എന്നാണ്. ഇതേപോലെ ഉള്ള സമാനമായ വേറെയും ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. എൻ്റെ സമുദായത്തിൽ ഇസ്രായേലിയർക്ക് വന്നെത്തിയതെല്ലാം നേരെ വെച്ച 2 ചെരുപ്പുകൾ പോലെ തുല്യമായി വരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ ഹദീസുകൾ. ഈ രൂപത്തിലുള്ള ഹദീസുകളൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നോക്കിക്കണ്ടിട്ടുള്ളത്. ഈ ജന്മദിനം ആഘോഷിക്കുക, ബർത്ത്ഡേ ആഘോഷിക്കുക എന്ന് പറയുന്നത് ഇത് വാസ്തവത്തിൽ ഒരു പേഗൻ കൾച്ചറായിക്കൊണ്ട് കടന്നു വന്നിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് പേഗൻ കൾച്ചർ എന്ന് പറയുമ്പോൾ വിഗ്രഹാരാധകരുടെ ഇടയിലുണ്ടായിരുന്ന ഒരു ആഘോഷമാണ്, അല്ലെങ്കിൽ അവരായിരുന്നു ഈ രൂപത്തിലുള്ള കാര്യങ്ങളിൽ മുൻപന്തിയിൽ നിന്നിരുന്നത് എന്ന് അർത്ഥം. ക്രിസ്തുവിന് 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ചരിത്രകാരനാണ് മനേത്തോ എന്ന് പറയുന്ന ചരിത്രകാരൻ. അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള രാജാക്കന്മാരുടെ പട്ടികയുണ്ട്. ഈജിപ്ഷ്യൻ പൗരാണിക ചരിത്രം പറയുന്ന ഈജിപ്തിൻ്റെ ചരിത്രത്തെ 30 രാജവംശങ്ങളായിട്ട് തിരിച്ചുകൊണ്ടുള്ള ആ 30 രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ നടന്ന ചരിത്രം പറയുന്ന, അതിൽ നിന്ന് യൂസഫ് നബിയുടെ അല്ലെങ്കിൽ ബൈബിൾ പ്രകാരം പറയുന്ന ജോസഫിന്റെ കാലത്ത് ജീവിച്ച രാജാവ് ആണ് ചരിത്രത്തിൽ നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് പറയാൻ സാധിക്കുക. ആ കാലഘട്ടത്തിൽ ജീവിച്ച രാജാവാണ് ഈ രൂപത്തിൽ അവരുടെ ജന്മദിനം ആഘോഷിച്ചതായിട്ട് നമുക്ക് ചരിത്ര രേഖകളിൽ കാണാൻ സാധിക്കുക. ഇത് ബൈബിളിൻ്റെ വക്താക്കൾ അല്ലെങ്കിൽ ക്രൈസ്തവത്തിലുള്ള പല വിഭാഗങ്ങളുണ്ടല്ലോ, അവരിൽപ്പെട്ട ജഹോവ വിറ്റ്നസ് പോലെയുള്ള സേക്രഡ് നെയിം ഗ്രൂപ്പ്സ് പോലെയുള്ള വിഭാഗങ്ങളുണ്ട്. അവരൊക്കെ ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയോ? ഈ ജന്മദിനാഘോഷം എന്ന് പറയുന്ന ഈ പരിപാടിയിൽ നിന്നും മാറി നിൽക്കണം എന്നുള്ളതാണ്. കാരണം ഇത് വിഗ്രഹാരാധകർ തുടങ്ങി വെച്ച ഒരു സമ്പ്രദായമാണ്, അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെക്കുറിച്ചൊരു പുസ്തകം തന്നെ രചിച്ചിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദ ബർത്ത്ഡേ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, ദ ബർത്ത്ഡേസ് ദർ ഡിലൈറ്റ്സ് ഡിസപ്പോയിൻമെന്റ്സ് പാസ്റ്റ് ആൻഡ് പ്രസന്റ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ലിൻഡ റാനൽസ് ഡെവിസ് എന്ന ഒരു സ്ത്രീയാണ് അത് എഴുതിയിട്ടുള്ളത്. അതിലൂടെ വളരെ ഭംഗിയായി അവർ സമർത്ഥിക്കുന്നുണ്ട് ഇതൊരു ബിലീഫാണ്, അല്ലെങ്കിൽ വിഗ്രഹാരാധകരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്, അത് ഉപേക്ഷിക്കണമെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. ജന്മദിനാഘോഷം എന്നത് ഉപേക്ഷിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അതിൻ്റെ നാടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല നാടുകളിലും, വ്യത്യസ്ത നാടുകളും ഒന്നെങ്കിൽ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതല്ലെങ്കിൽ സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ജന്മദിനം ആഘോഷിക്കുന്ന ഒരു രീതി ജനങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് നമ്മളെടുത്ത് പരിശോധിക്കാം. നോക്കി, ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് അത് ക്രിസ്ത്യാനികളുണ്ട്, ബുദ്ധ ജയന്തി ആഘോഷിക്കുന്നവരുണ്ട്, സിഖുകാർ ഗുരുനാനാകിന്റെ ജന്മദിനം ആഘോഷിക്കുന്നവരുണ്ട്. ഇതൊക്കെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ചെയ്യുന്നതാട്ടാ. ഇനി കാനഡയിലും അമേരിക്കയിലൊക്കെ പെൺകുട്ടികൾക്ക് സ്വീറ്റ് 16, അതായത് 16ാമത്തെ വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ വലിയ ആഘോഷം അവർ നടത്തുന്ന ഒരു സമ്പ്രദായം, ഒരു സംസ്കാരം അവരുടെ ഇടയിലുണ്ട്. നേപ്പാളിലും അതുപോലെ ഇന്ത്യയിലൊക്കെ ഈ ജന്മദിനത്തിൽ അല്ലെങ്കിൽ 1ാമത്തെ വർഷത്തിൽ 1 വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ തലമുണ്ടനം ചെയ്യും. അത് മുജ്ജന്മ പാപം പൊറുക്കാൻ വേണ്ടിയിട്ട് ആത്മാവിനെ പുതുക്കുന്ന ഒരു ചടങ്ങായിക്കൊണ്ടാണ് ഇവർ ഈ രൂപത്തിൽ ചെയ്യാറുള്ളത്. അതുപോലെ ബ്രാഹ്മണന്മാർക്കിടയിൽ ഒന്നെങ്കിൽ 7ാമത്തെ അല്ലെങ്കിൽ 8ാമത്തെ വയസ്സിലാണ് അവർക്ക് പൂണൂൽ ഇട്ട് കൊടുക്കുന്നത്. ഉപനയന എന്ന പേരിൽ അറിയപ്പെടുന്ന പൂണൂൽ കല്യാണം എന്നൊക്കെ നമ്മൾ പറയാറുള്ള ആ ഒരു സംഗതി. ആ ഒരു പ്രായത്തിൽ ആ ഒരു വർഷം തികയുമ്പോൾ അതിന് വലിയ പ്രാധാന്യം അവർ കൊടുക്കുന്നുണ്ട്. ബ്രഹ്മോപദേശം ആദ്യമായിട്ട് നൽകുന്നത് ഈ ഉപനയന വേളയിലാണ് എന്നാണ് അവർ പുലർത്തിപ്പോരുന്ന വിശ്വാസവും അതുപോലെ തന്നെ അതിൻ്റെ പല ആചാരങ്ങളും. അതുപോലെ നമ്മുടെ നാട്ടിൽ ഹൈന്ദവർ അവർ ജാതകം എഴുതുന്നുണ്ട്. ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവർ ഈ ജാതകം എഴുതുന്നത്. ഇന്ന് പലപ്പോഴും പല മുസ്ലിമീങ്ങളും ജാതകം എഴുതുന്നത് നമുക്ക് കാണാൻ കഴിയും. അവർ എന്ത് ഭാവി അറിയാൻ വേണ്ടിയിട്ടുള്ള ജിജ്ഞാസ കൊണ്ട് ഈ ഹൈന്ദവരുടെ രീതി പിന്തുടരുന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയും. ഏതായാലും ഇതൊക്കെ പ്രത്യേക ഏതെങ്കിലും ഒരു വർഷത്തിലാണ് എങ്കിൽ ഇത് എല്ലാ വർഷവും, അതായത് എല്ലാ ജന്മദിനവും എല്ലാ ആളുകളും ആഘോഷിക്കുന്ന ഒരു പതിവ്, അത്
പേർഷ്യക്കാർക്കിടയിലാണ് ആദ്യം ഉണ്ടായിരുന്നത് എന്ന് ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടോസ്, അദ്ദേഹം BC 5th സെഞ്ചുറിയിൽ 5ാം നൂറ്റാണ്ടിൽ യേശു ക്രിസ്തുവിന് മുമ്പുള്ള 5ാം നൂറ്റാണ്ടിൽ ജീവിച്ച ചരിത്രകാരനാണ്. അദ്ദേഹം പറയുന്ന വാക്കുകൾ ഉദ്ധരിക്കുന്നുണ്ട്. പേർഷ്യക്കാർക്കാണ് ഈ രൂപത്തിലുള്ള ജന്മദിനം ആഘോഷിക്കുന്ന ഒരു പതിവ് എല്ലാ വർഷത്തിലും അവർ ആഘോഷിച്ചിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? പേർഷ്യക്കാരുടെയും അതുപോലെ തന്നെ യഹൂദികളുടെയൊക്കെ അവസ്ഥകൾ നമ്മളത് സ്വീകരിച്ചതിന് ശേഷമാണ് അന്ത്യനാൾ വരുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഈ രൂപത്തിലുള്ള പതിവുകൾ ഇവരുടെ ഇടയിൽ പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് തന്നെ ജന്മദിനം ആഘോഷിക്കുന്ന പതിവുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതുവരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നിലവിലുള്ള യഹൂദികളുടെ വിശ്വാസമാണ്, അവരുടെ കയ്യിലുള്ള അവരുടെ വേദഗ്രന്ഥം ജെനസിസ് റബ്ബ എന്ന് പറയുന്ന, അതുപോലെ തന്നെ തോൾദോസ് എന്ന് പറയുന്ന ഒക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ എന്താ അവർ വിശ്വാസം? ഒരു കുട്ടി, അത് പെൺകുട്ടിയാണ് എങ്കിൽ 12 വയസ്സ്, അല്ലെങ്കിൽ ആൺകുട്ടിയാണ് എങ്കിൽ 13 വയസ്സ്. ഈ വയസ്സ് എത്തുന്നത് വരെ ആ കുട്ടികൾ ചെയ്യുന്ന തിന്മകൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തം പേറേണ്ടത് മാതാപിതാക്കളാണ് എന്നാണ്. എവിടെയാണ് പഠിപ്പിക്കുന്നത്? ജെനസിസ് റബ്ബയിലാണ്. അതുപോലെ തന്നെ അവർ സ്ഥിരമായി എല്ലാ ആഴ്ചയിലും അവർ ഉരുവിടുന്ന തോൾദോസ് എന്ന് പറയും, അതായത് ഈ ആവർത്തന പുസ്തകമായിക്കൊണ്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഡ്യൂട്രോണമി എന്ന് നമ്മൾ പറയുന്ന ഈ ബൈബിളിന്റെ പഴയ നിയമത്തിലെ ഭാഗങ്ങളുണ്ട്. പക്ഷെ യഹൂദികളുടെ അവരുടെ വേർഷൻ ഉണ്ട്. അത് അവർ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തെരഞ്ഞെടുത്തിട്ടുള്ള ദിവസങ്ങളിൽ, ശബ്ബത്ത് അതായത് ശനിയാഴ്ച ദിവസം, അതുപോലെ തിങ്കൾ വേഴാം പോലെയുള്ള ദിവസങ്ങളിലൊക്കെ അവർ പാരായണം ചെയ്യുന്ന, അതിന് ഒരാഴ്ചയിൽ ഇത്ര ഭാഗം തീർക്കണം എന്നുള്ള കണക്കൊക്കെ ഉണ്ട് അതിന്. അങ്ങനെ ഒരു വർഷം കൊണ്ട് അത് പൂർണ്ണമാക്കും. അതിൽ വരുന്ന ഈ തോൾദോസിൽ 23 അധ്യായത്തിൽ 11ാമത്തെ ഭാഗമായിക്കൊണ്ട്, വചനമായിക്കൊണ്ട് പഠിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഇത് ഞാൻ ഈ സൂചിപ്പിച്ചത്. പെൺകുട്ടികൾക്ക് 12, ആൺകുട്ടികൾ 13 വരെ. ആ പ്രായം കഴിഞ്ഞാൽ പിന്നെ അവർ സ്വതന്ത്രരായി. പിന്നെ അവർ ചെയ്യുന്ന കുറ്റങ്ങൾക്കൊക്കെ ആരാണ് ഉത്തരവാദി? അവർ തന്നെയാണ്. അതിനു മുമ്പ് അവർ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി രക്ഷിതാക്കളാണ് എന്നർത്ഥം, മാതാപിതാക്കളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ യഹൂദ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി 12 വയസ്സ് തികയുക അല്ലെങ്കിൽ 13 വയസ്സ് തികയുക എന്ന് പറയുന്നത് അവർക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കുട്ടി പൂർണ്ണമായി സ്വതന്ത്രമായിട്ട് വേറെ പോവുകയാണ് എന്നർത്ഥം. ഈ സംഗതി ആഘോഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു ദിവസം ജന്മദിനം തെരഞ്ഞെടുത്തുകൊണ്ട് 12ഉം 13ഉം വലിയ കാര്യത്തിൽ അവർ ആഘോഷിക്കാറുണ്ട്. അത് ആ ആഘോഷ രീതി എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ, ഇന്ന് അമേരിക്കയിൽ ജീവിച്ചിരിപ്പുള്ള റബ്ബി ഇസോക്കർ ഫ്രാൻഡ് എന്ന് പറയുന്ന യഹൂദ പുരോഹിതൻ, അദ്ദേഹം കൊടുക്കുന്ന ഫത്വ എന്താ? ഈ ജന്മദിനത്തിലെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മദിനം ആഘോഷിക്കുന്നവന്റെ പ്രാർത്ഥന സ്വീകരിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള ദിവസമാണ് എന്നിടത്തേക്കാണ് യഹൂദികൾ ഇന്ന് എത്തി നിൽക്കുന്നത്. മനസ്സിലാക്കണം, ജന്മദിനം ആരുടേതാണോ, ബർത്ത്ഡേ ആരുടേതാണോ, ആ ബർത്ത്ഡേ ആഘോഷിക്കുന്നവന്റെ പ്രാർത്ഥന സ്വീകരിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള ദിവസമായിട്ടാണ് അവരത് പരിഗണിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ എന്താണ്? ജന്മദിനം ആഘോഷിക്കുന്നത് റബ്ബികളുടെ അല്ലെങ്കിൽ യഹൂദികളുടെ ഇടയിലേക്ക് കയറി കൂടിയിട്ടുള്ള മതപരമായി കൊണ്ടുള്ള ഒരു പരിവേഷം പോലും അതിന് നൽകപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് എന്നർത്ഥം. അപ്പോൾ പേർഷ്യക്കാരിൽ നിന്ന് തുടങ്ങി, പേർഷ്യക്കാരായ ബഹുദൈവാരാധകരായ മുശ്രിക്കുകളായ ആളുകളിൽ നിന്ന് തുടങ്ങി അത് യഹൂദികളിലേക്ക് കടന്നു ചെന്നു എന്നർത്ഥം. യഹൂദികളിലേക്ക് കടന്നു ചെന്ന് അവർ പിന്നെ അത് വലിയ ഒരു പെരുമ നടിക്കുന്ന അവസ്ഥയിലേക്കൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ എത്തിയത്. ഏതുവരെ എന്ന് ചോദിച്ചാൽ, ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് പ്രവാചകന്മാരുടെ തല വരെ അറുത്തിട്ട് അത് മുമ്പിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയും. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം, നമ്മൾ സ്നാപക യോഹന്നാൻ എന്ന് ബൈബിളിൽ ക്രൈസ്തവ സഹോദരങ്ങൾ പറയുന്ന, ക്രൈസ്തവ സുഹൃത്തുക്കൾ സൂചിപ്പിക്കാറുള്ള, അല്ലെങ്കിൽ ബൈബിളിൽ പറയുന്ന സ്നാപക യോഹന്നാൻ എന്ന് പറയുന്ന യഹ്യാ നബി അലൈഹിസ്സലാം. യഹ്യാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട് അൽ ബിദായ വ നിഹായയിൽ. അതിലും നമുക്ക് കാണാൻ കഴിയും, ഹെരോദാവ് എന്ന് പറയുന്ന ഭരണാധികാരി, ആ ഭരണാധികാരിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ദിവസത്തിൽ, ആ ബർത്ത്ഡേ ആഘോഷത്തിൽ അവരുടെ മുമ്പിൽ നൃത്തം ചെയ്ത അയാൾ ഇഷ്ടപ്പെടുന്ന അയാളുടെ കാമുകിയോട് ചോദിക്കുകയാണ്, ഹെരോദാവ്, എൻ്റെ ഈ ജന്മദിനത്തിൽ ബർത്ത്ഡേ ആയ ഈ ദിവസത്തിൽ എന്താണ് പാരിതോഷികമായിട്ട് എന്താണ് ഞാൻ നൽകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, ആ നൃത്തം ചവിട്ടിയ അല്ലെങ്കിൽ ഇയാൾ ഇഷ്ടപ്പെടുന്ന പെണ്ണ് ആവശ്യപ്പെടുന്നത് എന്താ? ജയിലിൽ ബന്ധനസ്ഥനായി കഴിയുന്ന യഹ്യാ നബി അലൈഹി സ്വലാമിയുടെ തലയാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ആ തല വെട്ടി ഒരു തളികയിൽ സമ്മാനമായിട്ട് നൽകിയ ചരിത്രം നമുക്ക് കാണാൻ കഴിയും യഹൂദികളെ കുറിച്ച്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു
സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവർക്ക് നിന്ദ്യതയും അതുപോലെ തന്നെ അവർക്ക് എല്ലാവിധ പതിതത്വവും അടിച്ചേൽപ്പിക്കാൻ കാരണമായത് സൂറത്തുൽ ബഖറയിലെ 61-ാമത്തെ ആയത്തിൽ കാണാം. ദാലിക ബിഅന്നഹും കാനൂ യക്ഫുറൂന ബിആയാത്തില്ലാ വയഖ്തുലൂന നബിയ്യീന ബിഗൈരിൽ ഹഖ്. അവർ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്ന ആളുകളായിരുന്നു, പ്രവാചകന്മാരെ അന്യായമായി കൊലപ്പെടുത്തുന്ന ആളുകളായിരുന്നു അവർ. അതുകൊണ്ടാണ് അവർക്ക് ആ രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായത് എന്ന്. അപ്പോൾ പേർഷ്യക്കാരിൽ നിന്ന് യഹൂദികൾ സ്വീകരിച്ചു. യഹൂദികളുടെ ഈ സ്വഭാവം പിന്നീട് അത് ക്രൈസ്തവ ലോകം സ്വീകരിക്കുകയാണ് ചെയ്തത്. ക്രൈസ്തവ ലോകം ഈ ഒരു സംഗതി സ്വീകരിച്ചത് വളരെ ശക്തമായിക്കൊണ്ട് ആദ്യകാലത്ത് ജീവിച്ച ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഇവരുടെ ആദർശം അത്ര പഴക്കമൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, അതായത് AD 185 യേശുവിന് ശേഷം എന്ന് പറയുന്ന 185-ാമത്തെ വർഷത്തിൽ അന്ന് ജീവിച്ചിരുന്ന ഒറിജൻ അഡാമാൻഡിയസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ദൈവശാസ്ത്ര പണ്ഡിതൻ അവരുടെ അറിയപ്പെടുന്നത് എന്താ അവർ പറയുന്നത്? ക്രിസ്ത്യാനികൾ ബർത്ത്ഡേ ആഘോഷത്തിൽ നിന്ന് വിട്ടുനിന്നാൽ മാത്രം പോരാ, അത്തരം ആളുകളോട് വെറുപ്പ് കാണിക്കണമെന്നാണ് അവർ പഠിപ്പിച്ചത്. എന്താ അങ്ങനെ വെറുപ്പ് കാണിക്കണമെന്ന് പഠിപ്പിച്ചത്? ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളുകളോട് വെറുപ്പ് കാണിക്കണമെന്ന് മുൻകാല ക്രൈസ്തവ പണ്ഡിതന്മാർ പഠിപ്പിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് യഹൂദികളുടെ ആഘോഷമാണ്. യഹൂദികൾക്ക് അത് കിട്ടിയത് പേർഷ്യക്കാരിൽ നിന്നാണ്. അത് യേശുക്രിസ്തു പഠിപ്പിച്ചതല്ല എന്നുള്ള ഉത്ബോധനം മുമ്പിൽ വെച്ചുകൊണ്ടാണ് അവർ ആ രൂപത്തിൽ പഠിപ്പിച്ചത് എന്നർത്ഥം. ഇങ്ങനെ ഈ രൂപത്തിലേക്ക് പോയിട്ടാണ് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിയത് എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, പൂർവ്വഗാമികളുടെ ചര്യകളെ നിങ്ങൾ അമ്പുമുനകൾ സാദൃശ്യമായതിന് സമാനം പിൻപറ്റുക തന്നെ ചെയ്യുമെന്ന്. എത്രത്തോളം എന്നാൽ അവർ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചാൽ നിങ്ങളും അതിൽ പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ഖുൽന യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, അൽ യഹൂദ വൻ നസാറ, അവര് യഹൂദികളും നസ്വാറാക്കളുമാണോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ ഫമൻ, അവരല്ലാതെ പിന്നെ വേറെ ആരാണ് എന്നാണ്. അപ്പോൾ വളരെ കൃത്യമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച പേർഷ്യക്കാരെ കുറിച്ച്, ജൂത ക്രൈസ്തവരെ കുറിച്ചൊക്കെ പ്രവചിച്ച അവരുടെ ഒരു സംസ്കാരം നിങ്ങളും പിന്തുടരുമെന്ന് പറയുമ്പോൾ അതിന് ആപ്റ്റായിക്കൊണ്ട് പറയാൻ കഴിയുന്ന ഒരു ഉദാഹരണമാണ് ജന്മദിനം ആഘോഷിക്കുക, ബർത്ത്ഡേ ആഘോഷിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അനുവദനീയമാണോ എന്ന് പണ്ഡിതന്മാരോട് ചോദിച്ചാൽ അവർ പറയും, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഒരു സമുദായത്തോട് യോജിച്ചു കഴിഞ്ഞാൽ അവർ അവരിൽപ്പെട്ടവനായി തീരുന്നതാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളിൽ ജന്മദിനം ബർത്ത്ഡേ പോലെ ആഘോഷിച്ചു കഴിഞ്ഞാൽ അവരിൽപ്പെട്ടവനായി തീരുമെന്ന് പറയുമ്പോൾ യഹൂദ ക്രൈസ്തവ പേർഷ്യക്കാരുടെ സ്വഭാവമുള്ളവരായി തീരുമെന്ന് പറയുമ്പോൾ അതിനോടൊരിക്കലും തന്നെ കൂട്ടുനിൽക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കുകയില്ല എന്നുള്ളത് ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ നമുക്ക് സാധിക്കുകയില്ല എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം എങ്ങനെയാണ് മതം പഠിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത നമുക്ക് എല്ലാ മാതൃകയും നമുക്ക് കാണിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ ആ വിഷയത്തിൽ തെരഞ്ഞെടുത്ത് യഹൂദ ക്രൈസ്തവർ ചെയ്യുന്ന ആചാരത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടു നിർത്താൻ സാധിക്കുന്നത് എന്ന് ഈമാൻ അല്പമുള്ള മുസ്ലിമീങ്ങൾ, ഈമാൻ ഒരു തുരുമ്പ് മണിയോളം ഈമാൻ അവശേഷിക്കുന്ന മുസ്ലിമീങ്ങൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് എന്നർത്ഥം.